ഓക്കെ, നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് UN കുറിച്ചാണ്, UN ഓർഗൻസിനെ കുറിച്ചാണ്. യുഎന്റെ ഒരു ഹിസ്റ്ററിയെ കുറിച്ചൊക്കെ നോക്കി, യുഎന്റെ ചാർട്ടറിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് പ്രൊവിഷൻസ് നമ്മൾ നോക്കി. അപ്പൊ ബാക്കി കാര്യങ്ങൾ ഉണ്ടാവും, അത് നമ്മൾ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്താണ് നമ്മൾ നോക്കുമ്പോൾ അതും കൂടെ ചേർത്ത് വെച്ച് ഞാൻ പറയുമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ബാക്കി ഇനി നോക്കാൻ പോകുന്നത് ബ്രിക്സ് ആണ്. ഓക്കെ, ബ്രിക്സ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ യൂണിറ്റ് നമുക്കിന്ന് തീർക്കാം. ബ്രിക്സ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യത്തെ ഞാൻ ഈ ഓർഗനൈസേഷന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു, ഇന്ന് ലോകത്തിൽ വളരെ പ്രധാനപ്പെട്ട, ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്ക്, ഓക്കെ, സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഏഷ്യ എന്ന് പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഓർഗനൈസേഷൻ ആണ് ബ്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രിക്സ് acronym stands for ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. ഓക്കെ, അതായത് B for ബ്രസീൽ, R for റഷ്യ, I for ഇന്ത്യ, C for ചൈന ആൻഡ് S for സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയാണ് ലാസ്റ്റ് ജോയിൻ ചെയ്ത രാജ്യം. ആദ്യം ഇത് ഇനിഷ്യലി ബ്രിക് ആയിരുന്നു. ഓക്കെ, ഇനിഷ്യലി 4 countries initiated the grouping BRIC and South Africa joined in 2010 making it BRICS. ഓക്കെ, അതായത് ഇനിഷ്യലി ഇത് ബ്രിക് എന്നായിരുന്നു. ഓക്കെ, അതിനുശേഷം 2010 സൗത്ത് ആഫ്രിക്ക ജോയിൻ ആകുന്നു. സൗത്ത് ആഫ്രിക്ക ജോയിൻ ആയതിനു ശേഷം ഇതിനെ നമ്മൾ ബ്രിക്സ് എന്ന് വിളിക്കാൻ തുടങ്ങി. ഓക്കെ, നമ്മളിതിനെ ബ്രിക്സ് എന്ന് വിളിക്കാൻ തുടങ്ങി. ഇന്ത്യ ജോയിൻ ദ ബ്രിക്സ് ഇൻ 2009. 2009 ഇന്ത്യ ബ്രിക്സിൽ ജോയിൻ ആവുന്നത്. ലേറ്റസ്റ്റ് മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് കൂടെ നമ്മൾ പഠിച്ചു വെക്കണം. അവസാനമായി ജോയിൻ ചെയ്തിരിക്കുന്ന മെമ്പേഴ്സ് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, UAE ആണ് കേട്ടോ. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, UAE ആണ് 2024 ജോയിൻ ചെയ്ത്. ഏറ്റവും അവസാനത്തെ മെമ്പറായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ഏത് രാജ്യമാണ്? ഇന്തോനേഷ്യ ആണ് കേട്ടോ. ഇന്തോനേഷ്യ ആണ് ലേറ്റസ്റ്റ് ജോയിൻ ബ്രിക്സ് മെമ്പർ എന്ന് പറയുന്നത്, ഇന്തോനേഷ്യ ആണ്. ഓക്കെ, ടൈം ലൈൻ ഓഫ് ബ്രിക്സ്. ഓക്കെ, ബ്രിക്സിന്റെ ടൈം ലൈൻ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതായത് ബ്രിക്സ് പിറന്ന നാൾ വഴികൾ. ഓക്കെ, 2001 ടേം ബ്രിക് വാസ് കോയിൻ ബൈ ജിം ഓനീൽ. ജിം ഓനീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ്മാൻ സാക്സ് എന്ന് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഗോൾഡ്മാൻ സാക്സ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയ ഒരു എക്കണോമിക് കൺസൾട്ടന്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇൻഷുറൻസ് കൺസൾട്ടന്റ് എന്നൊക്കെ പറയാം. ഒരു ബാങ്കിങ് റിലേറ്റഡ് അല്ലെങ്കിൽ എക്കണോമിക് റിലേറ്റഡ് ഒരു ലോകത്തിലെ തന്നെ വലിയൊരു ഫ്രാഞ്ചൈസിയാണ് ഗോൾഡ്മാൻ സാക്സ്. ഗോൾഡ്മാൻ സാക്സിൽ വർക്ക് ചെയ്യുന്ന ഒരു വളരെ സീനിയർ ആയ എക്കണോമിസ്റ്റ് ആണ് ജിം ഓനീൽ. ജിം ഓനീലാണ് ഈ പറയുന്ന 4 രാജ്യങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട്, അതായത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്ന് പറയുന്ന ഈ 4 രാജ്യങ്ങളെ ഐഡന്റിഫൈ ചെയ്തിട്ട് ജിം ഓനീൽ പറയുകയാണ്. അതായത് ഈ 4 രാജ്യങ്ങളാണ് ഇനി വരാൻ പോകുന്ന നൂറ്റാണ്ടിൽ വലിയ കുതിപ്പ് അല്ലെങ്കിൽ വലിയ ഉയർച്ച കാണിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റം ലോകത്തിൽ കൈവരിക്കാൻ പോകുന്നത്. എക്കണോമിക്കലി ആണെങ്കിലും സോഷ്യലി ആണെങ്കിലും വലിയ രീതിയിലുള്ള ഉയർച്ച നേടാൻ പോകുന്നത് ഈ രാജ്യങ്ങളാണ്. ജിം ഓനീൽ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ്, എനിക്കൊന്ന് ഒരു ആർട്ടിക്കിൾ പോലെയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു റിസർച്ച് പേപ്പർ പോലെയൊക്കെ ഒരു സാധനം റിലീസ് ചെയ്യുകയാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ബേസിലാണ് ബ്രിക് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഫോം ആവുന്നത് തന്നെ. ഓക്കെ, അങ്ങനെ ഈ 4 രാജ്യങ്ങളെല്ലാം കൂടെ ഫോം ആവുന്നതാണ്. ഈ ഇതിനൊരു ജിം ഓനീലിന് വലിയൊരു പാർട്ട് ഉണ്ട് ഈ പറയുന്ന ബ്രിക് ഫോർമേഷനിൽ. ജിം ഓനീൽ എന്ന് പറയുന്ന പുള്ളിയുടെ വർക്കിന് ഒരു വലിയ പാർട്ട് തന്നെയുണ്ട്. ഓക്കെ, 2006 ലീഡേഴ്സ് ഓഫ് ബ്രിക് കൺട്രീസ് ഫോർമലൈസ് ബ്രിക്. ഓക്കെ, 2006 ഈ പറയുന്ന ബ്രിക് രാജ്യങ്ങൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന രാജ്യങ്ങൾ ഒത്തുകൂടുകയും ഓക്കെ അങ്ങനെ ബ്രിക്കിനെ ഒഫീഷ്യലായിട്ട് ഫോർമലൈസ് ചെയ്യുകയാണ്. ഓക്കെ, ഒഫീഷ്യലി ഇതൊരു കൂട്ടായ്മയായിട്ട് അവർ ഫോർമലൈസ് ചെയ്യും. In 2009 first BRICS summit took place in Yekaterinburg, റഷ്യ. അങ്ങനെ യെക്കറ്ററിൻബർഗിലാണ് ഫസ്റ്റ് ബ്രിക്സ് സമ്മിറ്റ് നടന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, 2009 നടന്ന യെക്കറ്ററിൻബർഗിൽ വെച്ച് നടന്ന, റഷ്യയിൽ വെച്ച് നടന്ന ഫസ്റ്റ് ബ്രിക്സ് സമ്മിറ്റ്. ഓക്കെ, നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അടുത്താണ് 2010 സൗത്ത് ആഫ്രിക്ക ജോയിൻസ്. ഓക്കെ, ആദ്യമേ ബ്രിക് ആയിരുന്നു, പിന്നീട് 2010 സൗത്ത് ആഫ്രിക്ക ജോയിൻ ആകുന്നു, അത് അങ്ങനെ ബ്രിക്സ് ആവുന്നു. ഓക്കെ, 2011 സൗത്ത് ആഫ്രിക്ക ഇസ് ഇൻക്ലൂഡഡ് ഇൻ ബ്രിക്സ് സമ്മിറ്റ് അറ്റ് സാനിയ, ചൈന. ഓക്കെ, അങ്ങനെ ഒരു സാനിയ ഡിക്ലറേഷൻ ആണ്, അത് നമുക്ക് പഠിക്കാം സെപ്പറേറ്റ്. ഓക്കെ, സാനിയ ഡിക്ലറേഷനെ വെച്ചാണ് 2011 ഒഫീഷ്യലി സൗത്ത് ആഫ്രിക്കനെ ഈ പറയുന്ന ബ്രിക്സിന്റെ ഭാഗമായിട്ട് മാറ്റുന്നത്. ഓക്കെ, സാനിയയിൽ വെച്ച് നടക്കുന്ന സമ്മിറ്റ് വെച്ച് അവിടെ ഒരു ഡിക്ലറേഷൻ വരുന്നു, സൗത്ത് ആഫ്രിക്ക ഈ പറയുന്ന ബ്രിക്കിന്റെ പാർട്ടാണ്, അങ്ങനെ അത് ബ്രിക്സ് ആകുന്നു. ഓക്കെ, ബ്രിക്സിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ, നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും പോപ്പുലസ് ആയ രാജ്യങ്ങളായ റഷ്യയും ചൈനയും ഇന്ത്യയും പെടുന്ന ഒരു അസോസിയേഷൻ ആണ് ബ്രിക്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ബ്രിക്കിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അതായത് ലോകത്തിലെ ഈ പറയുന്ന 60% 55% പോപ്പുലേഷൻ വരുന്ന, അതേ കണക്കിന് ലോകത്തിന്റെ 45% GDP വരുന്ന രാജ്യങ്ങളാണ് ഈ പറയുന്ന ബ്രിക്സിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തിലുള്ള ഒരു കീ പ്ലെയർ അല്ലെങ്കിൽ കീ ഓർഗനൈസേഷൻ ആണ് ഈ പറയുന്ന ബ്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ,
2011 സൗത്ത് ആഫ്രിക്ക എന്താകുന്നു ബ്രിക്സിൽ ഒഫീഷ്യലായിട്ട് സാനിയ ഡിക്ലറേഷനിലും കൂടെ. ഓക്കെ, സാനിയ ഡിക്ലറേഷനിലും കൂടെ ഈ പറയുന്ന ചൈനയിലെ സ്ഥലമാണ് സാനിയ. ചൈന ഡിക്ലറേഷനിലൂടെ സൗത്ത് ആഫ്രിക്ക ഒഫീഷ്യലി പാർട്ടാവുന്നു. 2012 ന്യൂഡൽഹി ഹോസ്റ്റ് ഫോർത്ത് ബ്രിക്സ് സമ്മിറ്റ്. അപ്പം 2012 എന്ത് നടക്കുന്നു? ന്യൂഡൽഹിയിലാണ് 2012 ബ്രിക്സിന്റെ 4ാമത്തെ സമ്മിറ്റ് നടക്കുന്നത്. ഓക്കെ, 4ാമത്തെ സമ്മിറ്റ് നടക്കുന്നത് ന്യൂഡൽഹിയിലാണ്. In 2012, BRICS cable with optical fiber communication system announced. ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, നമ്മുടെ ഇവിടെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ ഒപ്റ്റിക്കൽ ഫൈബർ അല്ല, ഇത് അണ്ടർ വാട്ടർ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. അതായത് ഈ പറയുന്ന രാജ്യങ്ങൾ തമ്മിൽ നമുക്കെല്ലാം നോക്കി അറിയാം, ഏഷ്യയിലുള്ള രാജ്യങ്ങളാണ് കൂടുതൽ. അപ്പൊ ഏഷ്യയിലുള്ള രാജ്യങ്ങൾ തമ്മിൽ ഒരു അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷന് വേണ്ടി, ഓക്കെ, ഇവർ തമ്മിലുള്ള വളരെ എന്താണ് ഈ സീക്രട്ട് ആയിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള വിവരങ്ങൾ കൈമാറാൻ വേണ്ടി ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ അണ്ടർ വാട്ടർ, അണ്ടർ വാട്ടർ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അനൗൺസ് ചെയ്തെങ്കിലും ഈ പറയുന്ന സംഭവം മെറ്റീരിയലൈസ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഓക്കെ, കാരണം എന്താണ്, കുറച്ച് പ്രശ്നങ്ങളുണ്ട് രാജ്യങ്ങൾ തമ്മിലൊക്കെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ ഗ്ലോബലി ഉള്ള ഇഷ്യൂസ് ഒക്കെ കാരണം തന്നെ ഈ പറയുന്ന പ്രോജക്റ്റ് മെറ്റീരിയലൈസ് ചെയ്തെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഓക്കെ, ഈ പറയുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മെറ്റീരിയലൈസ് ചെയ്തെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പിന്നെ അത് ഒരുപാട് ചെലവ് വരുന്ന ഒരു പ്രോജക്റ്റ് കൂടെയാണ്. ഓക്കെ, ഒരുപാട് നമുക്കറിയാം അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ പ്രോജക്ട് എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല, ഒരുപാട് ചെലവ് വരുന്ന പ്രോജക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് ഇന്നും നടപ്പാവാതെ ഇരിക്കുകയാണ്. 2012 ലോഞ്ച് ചെയ്തതാണ്, പിന്നെ നടക്കാനും പാടാണ്. ഓക്കെ, 2014 ഫോർട്ടിലൈസർ ഡിക്ലറേഷൻ ബ്രിക്സ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ഓക്കെ, ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. NDB ഏത് ഡിക്ലറേഷനിൽ നിന്നാണ് വരുന്നത്? ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ഫോർട്ടിലൈസർ ഡിക്ലറേഷൻ 2014 ഫോർട്ടിലൈസർ ഡിക്ലറേഷൻ വരുന്നത്. അങ്ങനെ ബ്രിക്സിന്റെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് വരുന്നു. ബ്രിക്സിന്റെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കും എന്തിനു വന്നു എന്ന് വെച്ചാൽ സെയിം റീസൺ ആണ്. നമ്മൾ മറ്റേ ഏഷ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിനെ കുറിച്ച് പഠിച്ചില്ലേ, AIBനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ സെയിം റീസൺ തന്നെയാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കും. അതായത് ഈ IMFന്റെയും ഈ വെസ്റ്റിന്റെ ടൂൾ ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ വെസ്റ്റിന്റെ പപ്പറ്റ് ആയിട്ടിരിക്കുന്ന ഈ പറയുന്ന IMFനെയും വേൾഡ് ബാങ്കിനെയൊക്കെ കൗണ്ടർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഐഡിയയിലാണ് ഈ ബ്രിക്സ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഫോർട്ടിലൈസർ ഡിക്ലറേഷനിൽ കൂടെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ഫോളോ ചെയ്തത്, അതായത് ബ്രിക്സിൽ പാർട്ടായിട്ടുള്ള രാജ്യങ്ങളെ സഹായിക്കുക, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അവർക്ക് എന്തെങ്കിലും എക്കണോമിക് ക്രൈസിസ് വരികയാണെങ്കിൽ അതിനെ സഹായിക്കുക എന്നൊക്കെ കണ്ടിജന്റ് റിസർവ് അഗ്രിമെന്റ് CRA എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടിജന്റ് റിസർവ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞ ഒന്നുമില്ല, അതായത് എന്തെങ്കിലും എക്കണോമിക് ക്രൈസിസ്, ഈ ബ്രിക്സിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾക്ക് എന്തെങ്കിലും എക്കണോമിക് ക്രൈസിസ് നേരിടുകയാണെങ്കിൽ അവരെ സഹായിക്കാനായിട്ട് ഒരു 100 ബില്യൺ ആണ്, ഒരു 100 മില്യൺ ആണ് കേട്ടോ, 100 മില്യൺ അല്ല, 100 മില്യൺ ആണ്, 100 ബില്യൺ BP. ഓക്കെ, $100 ബില്യൺ ഒരു ഇൻവെസ്റ്റ്മെന്റ് പൂള് ഈ പറയുന്ന ബ്രിക്സ് രാജ്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചൈനയാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 40 to 50 ബില്യൺ അടക്കം ചൈന കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസിനെ കുറിച്ചൊക്കെ പഠിച്ചു. അതായത് നമ്മളിപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ലോൺ എടുത്തിട്ട് നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാതെ നമ്മുടെ സാമ്പത്തിക തകർച്ച ഉണ്ടാവുകയാണ് ചില രാജ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന കറൻസി ഡീവാല്യൂ ചെയ്യപ്പെടുകയാണ്, അതായത് കറൻസിയുടെ വാല്യൂ കുറയുകയാണ്, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത് ഈ പറയുന്ന ബ്രിക്സിലെ രാജ്യങ്ങളെ സഹായിക്കുക എന്ന് പറയുന്ന രീതിയിൽ മാറ്റി വെച്ചിരിക്കുന്ന ഒരു റിസർവ് ഫണ്ടാണ് ഈ കണ്ടിജന്റ് റിസർവ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഒക്കെ ഭാഗമായിട്ട് വന്നതാണ്. ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്, ഫോർട്ടിലൈസർ ഡിക്ലറേഷൻ, പിന്നെ ബ്രിക്സ് കേബിൾ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അനൗൺസ് ചെയ്യുന്നു. 2012 ന്യൂഡൽഹിയാണ് ഫോർത്ത് ബ്രിക്സ് സമ്മിറ്റ് ഹോൾഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ബ്രിക്സ് സമ്മിറ്റ് 2026 അതായത് അടുത്ത ബ്രിക്സ് സമ്മിറ്റ് ഈ കൊല്ലത്തെ ബ്രിക്സ് സമ്മിറ്റ് ഉണ്ട്. അത് നടക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ് കേട്ടോ. ഇന്ത്യയിലാണ് ഇനി വരാൻ പോകുന്ന ബ്രിക്സ് സമ്മിറ്റ് നടക്കാൻ പോകുന്നത്. അപ്പം ബ്രിക്സ് സമ്മിറ്റുകൾ നടന്ന വർഷവും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതിന്റെ ചിലപ്പോൾ ഒരു ക്രോണോളജിക്കലായിട്ട് ചോദിക്കാം, വർഷം ബേസ് ആയിട്ടായിരിക്കില്ല, ചിലപ്പോൾ ഈ എക്കറ്റിൻബർഗ്, സാനിയ, ന്യൂഡൽഹി, ഡർബൻ എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പൊ അതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ക്രോണോളജിക്കലി ചോദിക്കാം, അങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ബ്രിക്സ് സമ്മിറ്റ് എവിടെയാണ് നമ്മൾ പറഞ്ഞത്? എക്കറ്റിൻബർഗ്, റഷ്യയിലാണ്. രണ്ടാമത്തത് ബ്രസീൽ, സാനിയ, ചൈന. സാനിയ ഡിക്ലറേഷന്റെ ഭാഗമായിട്ടാണ് ആര് വരുന്നത്? സൗത്ത് ആഫ്രിക്ക. ഓക്കെ, സൗത്ത് ആഫ്രിക്ക ഒഫീഷ്യലി ബ്രിക്ക് അന്ന് വരെ ബ്രിക്ക് ആയിരുന്നു, ബ്രിക്സ് ആവുന്നത് സാനിയ ഡിക്ലറേഷനിലൂടെ സൗത്ത് ആഫ്രിക്ക ഒഫീഷ്യലി പാർട്ടായിട്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ന്യൂഡൽഹിയിൽ, അത് ഇമ്പോർട്ടന്റ് ആണ്, ഇന്ത്യയിൽ വെച്ച് നടന്ന ആദ്യത്തെ സമ്മിറ്റ് ആണ്. അത് കഴിഞ്ഞ് ഡർബൻ സൗത്ത് ആഫ്രിക്കയിലും വെച്ച് നടക്കുന്നുണ്ട്. ഫോർട്ടിലൈസർ ബ്രസീൽ, ഫോർട്ടിലൈസറിൽ 2014 ബ്രസീലിലെ ഫോർട്ടിലൈസറിൽ വെച്ചാണ് ഫോർട്ടിലൈസർ അഗ്രിമെന്റ് വരുന്നതും ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് NDB വരുന്നത്. ഓക്കെ, അടുത്താണ് 2015 ഉഫയിൽ വെച്ച്, ഉഫയൊക്കെ റഷ്യയിലെ സ്ഥലമാണ് ഇപ്പോൾ.
പിന്നെ അടുത്തത് ഗോവയിൽ വെച്ചാണ് 2016 ബെനാവലിൻ. ഓക്കെ, ബെനാവലിൻ ഗോവയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. പിന്നെ ഷിയാമൻ ചൈനയിലെ ഒരു സ്ഥലമാണ് 2017. പിന്നെ ജോഹാനസ്ബർഗ് സൗത്ത് ആഫ്രിക്ക 2018. ഇതിന്റെ ഓർഡർ പഠിച്ചു വെക്കുക കേട്ടോ. ഇതിന്റെ ഓർഡർ നിർബന്ധമായി ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കൂടുതലും ചോദിച്ചിട്ടുള്ള എനിക്ക് തോന്നുന്നു ഈ എക്കറ്റിൻബർഗ്, ഡർബൻ, ഈ പറയുന്ന സാനിയ, ഈ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളിലാണ് ഈ പറയുന്ന സംഭവം. നിങ്ങളില്ല അവസാനം നടന്ന കുറച്ച് എന്താണ് സമ്മിറ്റുകളുടെ ഇയർ മോഡലിൽ പഠിക്കുക, വർഷങ്ങളൊന്നും പഠിക്കുക വെക്കുക. ആദ്യമേ നടന്ന സമ്മിറ്റുകൾ ഒന്നായിട്ടൊന്ന് നോക്കുക. ഓക്കെ, ഇടയിലുള്ള സമ്മിറ്റുകളും ഈ ഇമ്പോർട്ടന്റ് ആയ ഫോർട്ടിലൈസർ പോലത്തെ സമ്മിറ്റുകളുണ്ട്, അത് ജസ്റ്റ് നോക്കുക. പിന്നെ ബ്രസീലിൽ നടക്കുന്നു, പിന്നെ റഷ്യയിൽ നടക്കുന്നു, ഇന്ത്യയിൽ 2021 വീണ്ടും നടന്നു, വീണ്ടും ചൈനയിൽ നടക്കുന്നു, സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്നു, റഷ്യയിൽ നടക്കുന്നു, ബ്രസീലിൽ നടക്കുന്നു. ഇപ്പൊ ലാസ്റ്റ് നടന്നത് ബ്രസീലിൽ വെച്ചാണ്. ഓക്കെ, ബ്രസീലിൽ വെച്ചിട്ടാണ് ഇന്ന് റിയോ ഡി ജനീറോ വെച്ചിട്ടാണ് നടന്നിരിക്കുന്നത് തോന്നുന്നു. ബ്രസീലിൽ വെച്ചാണ് ലാസ്റ്റ് 2020 നടന്നത്. 2026 എവിടെ വെച്ചാണ് നടക്കാൻ പോകുന്നത്? 2026 എവിടെ വെച്ചാണ് നടക്കാൻ പോകുന്നത്? നമ്മുടെ ഇന്ത്യയിൽ വെച്ചാണ് കേട്ടോ നടക്കാൻ പോകുന്നത്. അതായത് ഈ വർഷം പകുതി അവസാനമൊക്കെ ആയിട്ട് ബ്രിക്സിന്റെ സമ്മിറ്റ് ഇന്ത്യയിൽ ന്യൂഡൽഹിയിലായിരിക്കും ഉണ്ടാകുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇന്ത്യയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, 2026. അടുത്തതാണ് നമ്മൾ അങ്ങനെ ബ്രിക്സ് കഴിഞ്ഞു. ഇനി സാർക്കും ആസിയാനാണുള്ളത്. ഓക്കെ, അപ്പൊ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ ആണ് സാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന എവിടെ വെച്ചാണ്? സാർക്ക് വാസ് എസ്റ്റാബ്ലിഷ് ഇൻ ധാക്ക. ഓക്കെ, ധാക്ക എവിടെയാണെന്ന് അറിയാലോ, ബംഗ്ലാദേശിലാണ് ധാക്ക ഉള്ളത്. ഓക്കെ, അങ്ങനെ ധാക്കയിൽ വെച്ചിട്ടാണ് സാർക്ക് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സാർക്ക് ഡേ എന്നാണ്? December 8-നാണ് കേട്ടോ സാർക്ക് ഡേ. December 8-നാണ് സാർക്ക് ഡേ വരുന്നത്. 1985 സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ ആദ്യമായി ഉണ്ടാകുന്നത്. There were initially 7 member states that are mainly located in South Asia. That is Bangladesh, Bhutan, India, Maldives, Nepal, Pakistan and Sri Lanka. ഇനിഷ്യലി ഈ സൗത്ത് ഏഷ്യയിലുള്ള എത്ര രാജ്യങ്ങൾ ഉണ്ടായിരുന്നു? 7 രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, സൗത്ത് ഏഷ്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 7 രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനകത്ത് ഏത് രാജ്യമാണ് മിസ്സായെന്ന് മനസ്സിലായോ? മിസ്സായത് അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ, സൗത്ത് ഏഷ്യയിൽ ഉണ്ടായിരുന്ന ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാലദ്വീപ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക ഈ പറയുന്ന പാർട്ടാവുന്നു. ഓക്കെ, 1985 പാർട്ടാവുന്നു. പക്ഷെ 1985 ടൈമിലൊന്നും ഈ പറയുന്ന അഫ്ഗാനിസ്ഥാന് പാർട്ടാവാൻ സാധിക്കില്ല. കാരണം എന്താണ്? 1985 ടൈമിലൊക്കെ ഈ പറയുന്ന സോവിയറ്റ് യൂണിയന്റെ അധിനിവേശത്തിലായിരുന്നു ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ ഒന്നും ഒരു 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 സെപ്പറേറ്റ് ഗവേണൻസ് നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ഗവേണൻസ് നടക്കുന്ന സ്ഥലമല്ല അഫ്ഗാനിസ്ഥാൻ. അതുകൊണ്ട് തന്നെ അന്ന് സാർക്കിന് മെമ്പർ ആവാൻ കഴിഞ്ഞില്ല. അപ്പൊ 2007 അമേരിക്ക അധിനിവേശം നടത്തിയിരുന്ന ടൈമിൽ എന്ത് പറ്റി? അമേരിക്ക അധിനിവേശം നടത്തിയിരുന്ന ടൈമിൽ അമേരിക്ക ബാക്ക് ചെയ്തിരുന്ന ഗവൺമെന്റ് ഈ പറയുന്ന സാർക്കിൽ മെമ്പർ ആയിട്ട് വരുന്നു. ഓക്കെ, അത് ന്യൂഡൽഹി സമ്മിറ്റിൽ വെച്ചാണ് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ അമേരിക്ക ബാക്ക് ചെയ്തിരുന്ന ഗവൺമെന്റിൽ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അങ്ങനെ 8ാമത്തെ മെമ്പറായിട്ട് ഏപ്രിൽ 2007 ന്യൂഡൽഹി സമ്മിറ്റ് വെച്ചാണ് കേട്ടോ. 14ാമത്തെ സമ്മിറ്റായ ന്യൂഡൽഹി സമ്മിറ്റ് വെച്ച് അഫ്ഗാനിസ്ഥാൻ മെമ്പർ. Recently, India announced Pakistani nationals will not be permitted to travel to India under the SARC visa. Okay. അടുത്ത പേജ് കൂടെ നോക്കിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. Exemption scheme SPS due to Pahalgam terror attack 2025. SPS launched in 1992. ഈ SPS എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് സാർക്ക് രാജ്യങ്ങളിലെ അംഗങ്ങളായ രാജ്യങ്ങളിലെ ഈ പറയുന്ന 8 രാജ്യങ്ങളുണ്ടല്ലോ, ഈ രാജ്യങ്ങളിലെ ചില പ്രത്യേക ഗ്രൂപ്പ് ഓഫ് പൗരന്മാർക്ക് സാർക്ക് വിസ ഉണ്ടെങ്കിൽ എന്താണ് വലിയ റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാം. അവർക്ക് ഈ പറയുന്ന സെപ്പറേറ്റ് വിസ എടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് സാർക്ക് വിസ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതാണ് ഈ SPS എന്ന് പറയുന്നത്, എക്സംഷൻ സ്കീം. വിസ എക്സംഷൻ സ്കീം എന്ന് പറയുന്നത്. പക്ഷെ ഇത് നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് അവൈൽ ചെയ്യാൻ കഴിയില്ല. ബേസിക്കലി ഇത് ഡിപ്ലോമാറ്റ്സിന് രാജ്യങ്ങൾ തമ്മിലുള്ള ഡിപ്ലോമാറ്റ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും അതേ കണക്കാണ് മിലിറ്ററി ഓഫീഷ്യൽസിന്
പിന്നെ അക്കാഡമിക് ആവശ്യങ്ങൾക്ക് പോകുന്ന ആൾക്കാർക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ. അതായത് ഇപ്പം ശ്രീലങ്കയിൽ ഇപ്പം ഞാൻ പഠിച്ച പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലാണ്. എന്റെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്ക എന്നുള്ള ഒരുപാട് സ്കോളേഴ്സ് വന്ന് പഠിക്കുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, ശ്രീലങ്ക എന്നുള്ള ഒരുപാട് സ്കോളേഴ്സ് വന്ന് പഠിക്കുന്നതാണ്. അപ്പം ഈ ശ്രീലങ്കയിൽ നിന്ന് വരുന്ന സ്കോളേഴ്സിന് എന്തുണ്ടാവും? സ്കോളേഴ്സ് ആയതുകൊണ്ട് ഇവർ ഈ സാർക്ക് വിസ, അതായത് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ പ്രത്യേക വിസയോ നൂലാമാലകളോ ഒന്നും ആവശ്യമില്ല. ഇവർ ഈ സാർക്ക് വിസ അവൈൽ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് എല്ലാവർക്കും അവൈൽ ചെയ്ത് അങ്ങോട്ട് ചുമ്മാ ടൂറിസ്റ്റ് ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് സാർക്ക് ഈ പറയുന്ന SPS അവൈൽ ചെയ്ത് പോകാൻ കഴിയില്ല. ഡിപ്ലോമാറ്റ്സിനോ അല്ലെങ്കിൽ ഹൈ ലെവൽ ഒഫീഷ്യൽസിനോ ഈ പറയുന്ന അക്കാഡമിക് ആവശ്യങ്ങൾക്കോ ജേർണലിസ്റ്റുകൾക്കോ ഇത് അവൈൽ ചെയ്യാട്ടോ. ജേർണലിസ്റ്റുകൾക്കോ ഒക്കെയാണ് ഈ പറയുന്ന SPS സ്കീം ബാധകമായിട്ടുള്ളത്. പക്ഷെ 2025 ഇന്ത്യ പാകിസ്ഥാനെ ഈ പറയുന്ന SPO സ്കീമിൽ നിന്ന് അങ്ങ് എക്സെപ്റ്റ് ചെയ്യുകയാണ്. അതിന് കാരണം എന്താണ്? പഹൽഗാം ടെറർ അറ്റാക്ക് ആണ്. ഓക്കെ, മെയിൽ വെച്ച് നടക്കുന്ന പഹൽഗാം ടെറർ അറ്റാക്കിന്റെ ബേസിസിൽ ഈ പറയുന്ന SPS സ്കീമിൽ നിന്ന് ഇന്ത്യ പാകിസ്ഥാനെ അങ്ങ് കളഞ്ഞു. അതായത് പാകിസ്ഥാനിലെ പൗരന്മാർ അങ്ങനെ വരണ്ട എന്ന് ഇന്ത്യ അങ്ങ് തീരുമാനിക്കുകയാണ്. ഓക്കെ, SPS ലോഞ്ച് ചെയ്ത വർഷമാണ് 1992. ഓക്കെ, സാർക്കിനെ കുറിച്ചുള്ള ടൈം ലൈൻ നമുക്ക് നോക്കാം. പേന ഇടയ്ക്ക് വെച്ച് എസ്റ്റാബ്ലിഷ് ഇയർ ഏതാണ്? 1985 നമ്മൾ പറഞ്ഞു. ഓക്കെ, ഫൗണ്ടിങ് മെമ്പേഴ്സ് ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽദീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക. അപ്പം 7 രാജ്യങ്ങളാണ് ഫൗണ്ടിങ് മെമ്പേഴ്സ് നമ്മൾ പറഞ്ഞു. റിലേറ്റഡ് ട്രീറ്റി ഏതാണ്? സാർക്ക് ചാർട്ടർ ആണ്. ഓക്കെ, സാർക്ക് ചാർട്ടർ 1985 ധാക്ക, ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ചാണ് സൈൻ ചെയ്യുന്നത്. ടോട്ടൽ മെമ്പേഴ്സ് അഫ്ഗാനിസ്ഥാൻ 2007 ന്യൂഡൽഹി സമ്മിറ്റിലാണ് കേട്ടോ. ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന 14ാമത്തെ സമ്മിറ്റിൽ വെച്ചാണ്. ഓക്കെ, 14ാമത്തെ സമ്മിറ്റിൽ വെച്ചാണ് അഫ്ഗാനിസ്ഥാൻ സാർക്കിന്റെ ഭാഗമാകുന്നത്. പിന്നെ ഒബ്സർവർ സ്റ്റേറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇന്ത്യ സാർക്കിൽ ഒരു 9 ഒബ്സർവർ സ്റ്റേറ്റ്സ് ഉണ്ട്. അതാണ് ഓസ്ട്രേലിയ, ചൈന, EU, യൂറോപ്യൻ യൂണിയൻ, ഇറാൻ, ജപ്പാൻ, മൗറീഷ്യസ്, മ്യാൻമർ, സൗത്ത് കൊറിയ, USA. ഈ ഒബ്സർവർ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സാർക്കിന്റെ സമ്മിറ്റുകൾ നടക്കുന്ന ടൈമിലൊക്കെ ഇവർക്ക് പങ്കെടുക്കാം, അഭിപ്രായങ്ങൾ പറയാം, ഇവർക്ക് ചർച്ചയിൽ പങ്കെടുക്കാം, അഭിപ്രായങ്ങൾ പറയാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? വോട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് വോട്ട് ചെയ്യാനും പറ്റില്ല, എടുക്കുന്ന തീരുമാനങ്ങളിൽ കയറി ഇടപെടാനും പറ്റില്ല. ഓക്കെ, അതായത് ഇവർക്ക് അഭിപ്രായം ഇത് എന്താണ്, ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സാർക്ക് രാജ്യങ്ങൾ വഴി സൗത്ത് ഏഷ്യൻ തമ്മിലുള്ള ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഒബ്സർവർ സ്റ്റാറ്റസ് കൊടുത്ത് ചില സ്റ്റേറ്റുകളെ ഇങ്ങനെ നിർത്തിക്കുന്നത്. ഓക്കെ, അതായത് ഇവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ പറയാം, സൗത്ത് ഏഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഈ ഗ്ലോബൽ അതായത് സൗത്ത് ഏഷ്യ ഞാൻ പറഞ്ഞ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയ ഒരു സ്ഥലമാണ് സൗത്ത് ഏഷ്യ എന്ന് പറയുന്നത്. അപ്പം ഗ്ലോബലി ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് ചർച്ച ചെയ്യാം, പക്ഷെ തീരുമാനം എടുക്കാനോ വോട്ട് ചെയ്യാനോ ഒന്നും ഈ പറയുന്ന ഒബ്സർവർ സ്റ്റേറ്റ്സിൽ പറ്റില്ല. ഇവർക്കൊരു ഈ പറയുന്ന ആസിയാനൊക്കെ ഉള്ള പോലെ ഇവർക്കൊരു മോട്ടോ ഉണ്ട്. മോട്ടോയാണ് ഡീപ്പർ ഇന്റഗ്രേഷൻ ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി. ഓക്കെ, ഡീപ്പർ ഇന്റഗ്രേഷൻ ഫോർ സമാധാനവും സന്തുലിതാവസ്ഥയൊക്കെ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ഒന്നിച്ചുള്ള വളരെ ആഴത്തിലുള്ള ഒരു കൂട്ടായ്മ. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക്, ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിരുന്നു, സാർക്ക് എന്ന് പറയുന്ന സംഘടന, ഓക്കെ, സാർക്ക് എന്ന് പറയുന്ന സംഘടന ഒരു ഡിപ്ലോമാറ്റിക് കോമയിലാണ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഡിപ്ലോമാറ്റിക് കോമയിലാണ്. കാരണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇഷ്യൂ ആണ്. ഈ പറഞ്ഞ സൗത്ത് ഏഷ്യൻ റീജിയനിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇഷ്യൂ ആണ്. ഓക്കെ, അതേ കണക്ക് തന്നെ ബാക്കിയുള്ള രാജ്യങ്ങളുണ്ട്, ഈ പറയുന്ന ബാക്കിയുള്ള നമ്മുടെ നെയ്ബറിംഗ് കൺട്രീസുമായിട്ടൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ഈ ടെൻഷൻസും ഇഷ്യൂവും കാരണം ഈ സൗത്ത് ഏഷ്യ എന്ന് പറയുന്നത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ സാർക്ക് എന്ന് പറയുന്ന സംഘടനയിൽ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലോ ആയിട്ട് ഇന്ന് ഒന്നും തന്നെ നടക്കുന്നില്ല എന്നാണ് കാര്യം. ഓക്കെ, ഇപ്പം നമ്മൾ റീസെന്റ് നോക്കിയാലും സാർക്കിന്റെ വല്ല സമ്മിറ്റോ ചെറിയ മീറ്റിങ്ങുകൾക്കോ പോലും ഇന്ത്യയുടെ വളരെ ലോ ലെവൽ ഡിപ്ലോമാറ്റ്സിനെയാണ് വരെ അയച്ചു തുടങ്ങുന്നത്. ഓക്കെ, കാരണം സാർക്ക് അത്രയും ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒരു ഓർഗനൈസേഷൻ ആയി മാറിയിട്ടുള്ളത്. പക്ഷെ കോമയിലാണെന്നാണ് പറയുക. അതായത് ജീവനുണ്ടോ? ജീവനുണ്ട്, പക്ഷെ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഓക്കെ, അതായത് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ അവിടെ ഉണ്ട്, പക്ഷെ അതിന് പ്രത്യേകിച്ച് പ്രവർത്തനങ്ങളോ അതിൽ നിന്ന് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന ഔട്ട്പുട്ടോ കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. ഓക്കെ, അതാണ് സാർക്ക് പ്രൊഫഷണൽ ട്രേഡിംഗ് അഗ്രിമെന്റ്, സാപ്റ്റ ആൻഡ് സാഫ്റ്റ. ഓക്കെ, സാപ്റ്റ എന്ന് പറയുന്നത് സാർക്ക് പ്രൊഫഷണൽ ട്രേഡിംഗ് അറേഞ്ച്മെന്റ് സൈൻഡ് ഇൻ 1993, came into effect in 1995 to promote intra-regional trade. ഓക്കെ, നമുക്ക് സാഫ്റ്റയും കൂടെ നോക്കിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. Next is SAFTA, South Asian Free Trade Area. 2004 replaced SAFTA and aimed at reducing custom duties. ഈ സാഫ്റ്റയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സാഫ്റ്റ കുറച്ചും കൂടെ എന്താണ്, കുറച്ചും കൂടെ ഈ പറയുന്ന അധികം ഈ ട്രേഡിന്റെ കാര്യത്തിലാണെങ്കിൽ കൂടെ ഈ പറയുന്ന താരിഫുകളെ ഒരുപാടൊന്നും കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനമായിരുന്നില്ല സാപ്റ്റ എന്ന് പറയുന്നത്. ഓക്കെ,
സാപ്റ്റ എന്ന് പറയുന്നത്. പിന്നെ എല്ലാ തരത്തിലുള്ള ഗുഡ്സ് ഒന്നും ഈ സാപ്റ്റയിൽ ഉൾപ്പെട്ടിരുന്നില്ല. പക്ഷെ സാപ്റ്റ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു വൈഡർ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിലാണ്, ട്രേഡ് റിലേറ്റഡ് ആസ്പെക്റ്റിലാണ് വരുന്നത്. അത് ഈ പറയുന്ന ഒരുപാട് ഈ പറയുന്ന ട്രേഡ് ഗുഡ്സിനെ ഉൾപ്പെടുത്തി ഈ പറയുന്ന വളരെ മിനിമലായ താരിഫ് മാത്രം ചെലുത്തിക്കൊണ്ടുള്ള ഒരു അഗ്രിമെന്റ് ആയിരുന്നു സാഫ്റ്റ എന്ന് പറയുന്നത്. പക്ഷെ ഈ പറയുന്ന സാഫ്റ്റ ആണെങ്കിലും ഈ പറയുന്ന വേണ്ടത്ര ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സാർക്ക് എന്ന് പറയുന്ന സംഘടന ഇന്നൊരു ഡിപ്ലോമാറ്റിക് കോമയിലാണ്. അവർ കൊണ്ടുവന്ന ഒരു തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടും ഈ പറയുന്ന സൗത്ത് ഏഷ്യൻ റീജിയന് ഒരു രീതിയിലുള്ള ഉപകാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അതുകൊണ്ടാണ് സാർക്ക് എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പോകുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സ്വയറിംഗ് ഇൻ സെറമണിക്ക് 2014 മോദി വന്നപ്പോൾ സാർക്ക് രാജ്യങ്ങളായിരുന്നു ഇൻവൈറ്റ് ചെയ്തത്. ഓക്കെ, സാർക്ക് രാജ്യങ്ങളെയായിരുന്നു ഇൻവൈറ്റ് ചെയ്തത് 2014. ഓക്കെ, 2014 ഇത് എവിടെയെങ്കിലും എഴുതി വെച്ചേക്കുക. 2019 ബിംസ്റ്റെക് ആയിരുന്നു. ഓക്കെ, ബേ ഓഫ് ബംഗാൾ നമ്മൾ പഠിച്ചിരുന്നു ബിംസ്റ്റെക്കിനെ കുറിച്ച്. ബിംസ്റ്റെക് ആയിരുന്നു. 2024 കുറച്ചും കൂടെ നെയ്ബർഹുഡിലുള്ള രാജ്യങ്ങളെ ഫോക്കസ് ചെയ്ത് ഈ ആസിയാനും അതേ കണക്ക് തന്നെ സാർക്കിലെ രാജ്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ സാർക്കിലെ രാജ്യങ്ങളായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പം സാർക്കിലെ രാജ്യങ്ങളെ തന്നെ 2024 എന്ത് ചെയ്തു, വീണ്ടും ഇൻവൈറ്റ് ചെയ്തു. പക്ഷെ എന്താണ് ഈ ഓർഗനൈസേഷൻ കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ജീവനുള്ള ഒരു ഓർഗനൈസേഷൻ ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് തെളിയിക്കുന്നുണ്ടെങ്കിലും വലിയ ഉപകാരം ഒന്നും ഉണ്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കോമയിലാണെന്ന് പറയുന്നത്. ഓക്കെ, മേജർ സാർക്ക് സെന്റർ, സാർക്കിന്റെ സെക്രട്ടേറിയറ്റ് എവിടെയാണ് വരുന്നത്? കാഠ്മണ്ഡുവിലാണ് വരുന്നത് കേട്ടോ. നേപ്പാൾ കാഠ്മണ്ഡുവിലാണ് വരുന്നത്. നിങ്ങൾക്ക് തിരിഞ്ഞു പോയത് സാർക്കിന്റെ എസ്റ്റാബ്ലിഷ് ആവുന്നതാണ് ധാക്കയിൽ. സാർക്കിന്റെ പക്ഷേ സെക്രട്ടേറിയറ്റ് വരുന്നത് എവിടെയാണ്? കാഠ്മണ്ഡുവിലാണ്, നേപ്പാളിലാണ്. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കോർഡിനേഷൻ. സാർക്കിന്റെ അഗ്രികൾച്ചർ സെന്റർ എവിടെയാണ്? ധാക്കയിലാണ്. അത് ബംഗ്ലാദേശിലാണ്. അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, സാർക്ക് എനർജി സെന്റർ എവിടെയാണ്? ഇസ്ലാമാബാദ്, പാകിസ്ഥാനിലാണ്. എനർജി കോർപ്പറേഷൻ. സാർക്കിന്റെ കൾച്ചറൽ സെന്റർ എവിടെയാണ്? കൊളംബോയിലാണ്, ശ്രീലങ്കയിൽ. കൾച്ചറൽ എക്സ്ചേഞ്ച് ആൻഡ് ഹെറിറ്റേജ്. അടുത്ത സാർക്കിന്റെ ഡെവലപ്മെന്റ് ഫണ്ട് എവിടെയാണ്? തിമ്പു ഭൂട്ടാനിലാണ്. ഓക്കെ, പ്രോജക്ട് ഫൈനാൻസിങ് ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ. ഇതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. സാർക്ക് ട്യൂബർകുലോസിസ് സെന്റർ ഉണ്ട് സാർക്കിന്. ഓക്കെ, സാർക്കിന് ട്യൂബർകുലോസിസ് സെന്ററിൽ എവിടെയാണ് വരുന്നത്? കാഠ്മണ്ഡുവിലാണ്, നേപ്പാളിലാണ്. ഓക്കെ, ഹെൽത്ത് ആൻഡ് ഡിസീസ് കൺട്രോൾ. ഈ ട്യൂബർകുലോസിസ് എന്ന അസുഖത്തിന്റെ എന്ന് പറഞ്ഞാൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സൗത്ത് ഏഷ്യൻ റീജിയനിലുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ടാണ് അതിനുവേണ്ടി ഒരു പ്രത്യേക സെന്റർ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്പ്രെഡ് ആവുന്ന ഡിസീസുകളിന് വേണ്ടിയൊക്കെ ഈ പറയുന്ന ഒരു സെന്റർ ക്രിയേറ്റ് ചെയ്തിട്ടേക്കണം. ഓക്കെ, ഡെസിഗ്നേറ്റഡ് സാർക്ക് ഡെക്കേഡ്സ്. അതായത് ഈ 10 ഡെക്കേഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്ര വർഷമാണെന്ന് അറിയാലോ? 10 വർഷമാണ്. അപ്പം ചില ഡെക്കേഡുകൾ സാർക്ക് ഇന്ന ഇയർ ആയിട്ട് ആചരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം സാർക്ക് ഡെക്കേഡ് ഓഫ് ദ ഗേൾ ചൈൽഡ് ആണ് 1991 തൊട്ട് 2000 എന്ന് പറയുന്നത്. ഇതാണെങ്കിൽ 2001 to 2010 സാർക്ക് ഡെക്കേഡ് ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് ആണ് 1 തൊട്ട് 10 വരെയുള്ള ഒരു ഡെക്കേഡ് എന്ന് പറയുന്നത്. 2006 തൊട്ട് 2001 തൊട്ട് 10 വരെ, 6 തൊട്ട് 15 വരെ. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. സാർക്ക് ഡെക്കേഡ് ഓഫ് പോവർട്ടി എലിവേഷൻ ആയിരുന്നു കേട്ടോ. ഓക്കെ, 2010 തൊട്ട് 2020 വരെ സാർക്ക് ഡെക്കേഡ് ഓഫ് ഇൻട്രാ റീജിയണൽ കണക്ടിവിറ്റി ആയിരുന്നു. ഓക്കെ, ഇൻട്രാ റീജിയണൽ കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി, പീപ്പിൾ ടു പീപ്പിൾ കണക്ടിവിറ്റി ആവാം, ട്രേഡ് ആവാം. ഓക്കെ, പക്ഷെ നിങ്ങൾ ഈ ഡെക്കേഡ്സിനെ കാട്ടി കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഇയേഴ്സിനാണ്. ഓക്കെ, സാർക്കിന്റെ ആചരിച്ചുള്ള ഓരോ വർഷം സാർക്ക് ഇന്ന വർഷങ്ങളായിട്ട് ആചരിക്കാറുണ്ട്. ഓക്കെ, 1989 സാർക്ക് ഇയർ ഓഫ് കോമ്പാറ്റിംഗ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഡ്രഗ് ട്രാഫിക്കിംഗ്. 1990 സാർക്ക് ഇയർ ഓഫ് ഗേൾ ചൈൽഡ്. ഇയർ ഓഫ് ഷെൽട്ടർ 1991. അടുത്ത ഇയർ ഓഫ് എൻവയോൺമെന്റ്, ഇയർ ഓഫ് ഡിസേബിൾഡ് പേഴ്സൺസ്, ഇയർ ഓഫ് യൂത്ത്. വളരെ ഇൻക്ലൂസീവ് ആയിട്ടാണ് കേട്ടോ, വളരെ ഇൻക്ലൂസീവ് ആയിട്ടാണ് സാർക്ക് ഓരോ വർഷം ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയർ ഓഫ് പോവർട്ടി എറാഡിക്കേഷൻ, ഇയർ ഓഫ് ലിറ്ററസി, ഇയർ ഓഫ് പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ്, ഇയർ ഓഫ് ബയോഡൈവേഴ്സിറ്റി. Then SAARC year of contribution of youth to environment. SAARC awareness year of TB, HIV, AIDS, South Asia tourism year, Green South Asia year. നിങ്ങൾ 2007 വരെ ഉള്ളൂ. പക്ഷേ 2007 ശേഷം സാർക്കിന്റെ ഈ ഇയർ ആചരിക്കുന്ന പരിപാടി അത്ര ആക്റ്റീവ് അല്ല. അവസാനത്തെ ഈ എനിക്കൊന്ന് 2023, 24, 25, 26 ഈ ഒരു അവസാന 4 വർഷമായിട്ടും ഇവരൊരു ഇങ്ങനെ ഒരു ഇയർ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പം UN ഒക്കെ എല്ലാ കൊല്ലം ഇത് കറക്റ്റായിട്ട് ആചരിക്കുന്നുണ്ട്. 2023 ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിരുന്നു. അതേ കണക്ക് തന്നെ ഈ കടലിനടിയിലുള്ള ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കുക എന്ന രീതിയിൽ ഒരു ഇയർ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ UN കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ സാർക്കിന് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, സാർക്ക് ഇപ്പം കുറെ വർഷങ്ങളായിട്ട് ഇന്ന ഇയർ ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നു.
അല്ലെങ്കിൽ ഇന്ന ഇയർ നമ്മളിങ്ങനെ ആചരിക്കുന്നു എന്ന രീതിയിലുള്ള പരിപാടിയൊക്കെ സാർക്ക് നിർത്തി. ഓക്കെ, അതിപ്പം അങ്ങനെ അനൗൺസ് ചെയ്യുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, സാർക്ക് ഒരു കോമയിലാണ്, സാർക്കിന് ജീവൻ ഉണ്ടെന്നേ ഉള്ളൂ. സാർക്കിൽ നിന്ന് ഒരു കാര്യങ്ങളും ഇപ്പൊ അങ്ങോട്ട് നടക്കുന്നില്ല. സാർക്കിന്റെ മീറ്റിങ്ങുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്, ഈവൻ സമ്മിറ്റ് പോലും നടക്കുന്നില്ല. ഓക്കെ, സാർക്കിന്റെ ഒരു ഹൈ ലെവൽ സമ്മിറ്റ് നടന്നിട്ട് കുറെ വർഷങ്ങളായി. മര്യാദയ്ക്ക് ഒരു സമ്മിറ്റ് ഒന്നും നടക്കുന്നില്ല. ഇടയ്ക്ക് കുറെ മീറ്റിംഗ്സ് ഉണ്ടാവും, കുറെ ഡിപ്ലോമാറ്റ്സിന്റെ മീറ്റിംഗ് ഉണ്ടാവും എന്നല്ലാതെ ഒരു ഹൈ ലെവൽ സമ്മിറ്റോ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ല സാർക്കിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇയർ ഒക്കെ ഒന്ന് ജസ്റ്റ് അതിന്റെ ഒരു ക്രോണോളജിക്കലി നോക്കി വെക്കുക. പിന്നെ സാർക്കിന്റെ സെക്രട്ടറി ജനറൽസ് ആണ്. ആദ്യത്തെ സെക്രട്ടറി ജനറൽസ് ആരാണ്? അബുൾ ഹസൻ ആണ്, ബംഗ്ലാദേശുകാരൻ അബുൾ ഹസൻ ആണ് ആദ്യത്തെ സെക്രട്ടറി ജനറൽ. കാന്ത് കിഷോർ ഭാർഗവയാണ്. ഓക്കെ, അപ്പം ഇതും നോക്കി വെക്കുക. ഓക്കെ, നമ്മൾ ഈ ഓർഗനൈസേഷൻസ് പഠിക്കുമ്പോൾ കൂടുതലും ചോദിക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു 4 പേരുടെ പേര് തരും. ഓക്കെ, കാന്ത് കിഷോറിന്റെയും യാദവ് കാൻസിൽമാരുടെയും നേമി യോസന്റെയും ഇബ്രാഹിം ഹുസൈന്റെയും ഒരു 4 പേരുടെ പേര് എന്നിട്ട് ചോദിക്കും. ഇത് നിങ്ങൾ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യുക. അപ്പൊ നമ്മൾ കറക്റ്റ് ക്രോണോളജിയിൽ കാന്ത് കിഷോർ ഭാർഗവ, ഇബ്രാഹിം ഹുസൈൻ സാക്കി, യാദവ് കാൻസിൽമാർ, നായിം ഹുസൈൻ കറക്റ്റ് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്തോളം ഉത്തരം കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇതൊരു എക്സാം പാറ്റേൺ ആണ് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പം ഇതിനകത്ത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയ ആൾക്കാരെ മാത്രം നോക്കി വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ മൊത്തത്തിൽ ഇത് ജസ്റ്റ് നിങ്ങൾ ക്രോണോളജിക്ക് പഠിക്കാൻ നിങ്ങൾ ഒന്നും ചെയ്യണം. നിങ്ങൾ കാണാതൊക്കെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. നിങ്ങൾ ഈ ക്രോണോളജിക്കലായിട്ട് വരുന്ന കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, നമ്മളിപ്പോ UN സെക്രട്ടറി ജനറൽസിനെ കുറിച്ച് പഠിച്ചു. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഞാൻ നെറ്റിനൊക്കെ വേണ്ടി പ്രിപ്പയർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ക്രോണോളജിക്കലി ഉള്ള ആൾക്കാരുണ്ടോ, ക്രോണോളജിക്കൽ സാധനങ്ങൾ ഞാൻ സെപ്പറേറ്റ് A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ട് എഴുതി വെക്കുമായിരുന്നു. ഓക്കെ, അതായത് സാർക്കിന്റെ സെക്രട്ടറി ജനറൽമാരുടെ ഒരു ലിസ്റ്റ്, എനിക്ക് UN സെക്രട്ടറി ജനറൽമാരുടെ ലിസ്റ്റ്, WTO സെക്രട്ടറി ജനറൽമാരുടെ ലിസ്റ്റ്, അതേ കണക്ക് തന്നെ വേറെയും കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇയർ ഇപ്പം നിങ്ങൾക്ക് ഓരോ സ്റ്റേറ്റ് ഫോമായ വർഷങ്ങളെ കുറിച്ച് നിങ്ങൾ വേറെ യൂണിറ്റ് പഠിക്കുന്നുണ്ടാവും, അതൊരു ലിസ്റ്റ് ഉണ്ടാകും. അപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരുന്നാല് എക്സാമിന്റെ അടുക്കും തോറും അല്ലെങ്കിൽ എക്സാമിന് ഒരു 1 മന്ത് നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ആ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ എല്ലാ ദിവസവും ഈ ഒരു സാധനം ഒരു വട്ടമെങ്കിലും വായിക്കും. ഓക്കെ, ഒരു വട്ടമെങ്കിലും ഞാൻ ഇത് വായിക്കും. ഇത് ഒരു വട്ടം വായിച്ച് എല്ലാ ദിവസവും വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര ദിവസമായിരിക്കും, ഒരു മാസം തുടങ്ങി നമ്മൾ 30 വട്ടം അത് വായിച്ചു. അപ്പൊ 30 വട്ടം വായിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ സാധനം കിട്ടിയാൽ നമ്മൾ ഷോർട്ട് ആയിട്ട് നമ്മൾ ആൻസർ ചെയ്തേക്കും. ഓക്കെ, അതാണ് ക്രോണോളജി. അത് കാരണം ഞാൻ വർഷം പഠിക്കാൻ ഭയങ്കര ബാഡാണ്. അപ്പൊ എനിക്കും അറിയാം നിങ്ങളും ഭയങ്കര ബാഡായിരിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുക. നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക, ജസ്റ്റ് ചുമ്മാ വായിച്ചു വിടാതെ എഴുതി പിന്നെ വായിച്ച് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, കറണ്ട് സാർക്കിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് MD ഗോളം സർവാർ ആണ് കേട്ടോ. ബംഗ്ലാദേശുകാരനായ MD ഗോളം സർവാർ ആണ് സാർക്കിന്റെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, 2023 പ്രസന്റ്. അടുത്തതാണ് അനദർ ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷൻ, ലാസ്റ്റ് ഓർഗനൈസേഷൻ, ASEAN, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. ഓക്കെ, ASEAN. ASEAN രാജ്യങ്ങളുടെ ഒരു മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തായ്ലാൻഡ്, കംബോഡിയ, ലാവോസ്, വിയറ്റ്നാം, തായ്വാൻ, ഫിലിപ്പീൻസ്, ബ്രൂണൈ, മലേഷ്യ, ഇന്തോനേഷ്യ. ഓക്കെ, അടുത്ത് സൗത്ത് ചൈന സീ ഉണ്ട്. ഓക്കെ, ASEAN അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് നേഷൻ ഫൗണ്ട് ഇൻ ഏത് വർഷമാണ്? 1967 സെക്രട്ടേറിയറ്റ് എവിടെയാണ്? ജക്കാർത്തയിലാണ്. സെക്രട്ടേറിയറ്റ് എവിടെയാണ്? ജക്കാർത്തയിലാണ്. ASEAന്റെ സെക്രട്ടേറിയറ്റ് ജക്കാർത്തയിലാണ്. സാർക്കിന്റെ സെക്രട്ടേറിയറ്റ് എവിടെയാണ്? സാർക്കിന്റെ സെക്രട്ടേറിയറ്റ് എവിടെയാണ്? കാഠ്മണ്ഡുവിലാണ്, നേപ്പാളിലാണ് കേട്ടോ. ഓക്കെ, മോട്ടോ എന്താണ്? 1 വിഷൻ 1 ഐഡന്റിറ്റി 1 കമ്മ്യൂണിറ്റി. നിങ്ങൾക്ക് അറിയായിരിക്കും, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് കാലങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചരിത്രാതീതമായിട്ട് ഇവർക്ക് എന്തുണ്ട്? ഇവർക്ക് ഒരേ തായ് വഴികളും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ നമ്മൾ ഇവിടെ ഈ ദ്രവീഡിയൻ കൾച്ചർ ഉണ്ടെന്ന് പറയുന്ന പോലെ അവിടെ ഈ പറയുന്ന ഒരേ ആൻസസ്ട്രൽ സാധനങ്ങളൊക്കെ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ പറയുന്ന സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അവരതിനെ ഒരു മോട്ടോ എന്ന രീതിയിൽ 1 വിഷൻ 1 ഐഡന്റിറ്റി ആൻഡ് 1 കമ്മ്യൂണിറ്റി, അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെല്ലാം ഒരു കമ്മ്യൂണിറ്റി ആണെന്നുണ്ട്. അത് മാത്രമല്ല, ASEAന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എന്താണ്, നമ്മള് സെക്കൻഡ് വേൾഡ് ASEAN ഒരുപാട് മുന്നേ ഫോം ചെയ്ത ഒരു ഇതാണ്. ഓക്കെ, ASEAN എന്ന് പറഞ്ഞാൽ ആദ്യമേ ലോകത്തിൽ ഈ പറയുന്ന നാമൊക്കെ ഫോം ചെയ്തതിന് ശേഷം ഒട്ടനെ ഫോം ചെയ്യുന്ന ഒരു അസോസിയേഷൻ കൂടെയാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ അല്ലേ. നമ്മൾ ഈ പറയുന്ന നാം എപ്പോഴും ഫോം ചെയ്യുന്ന പറഞ്ഞാൽ 1962 1967 ASEAN ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ASEAN ഫോം ചെയ്തതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാലും അതായത് അന്ന് നമ്മൾ അറിയാവുന്ന പോലെ കോൾഡ് വാർ നടക്കുന്ന ടൈമിൽ എന്തുണ്ട്? 2 ഗ്രൂപ്പ് ഓഫ് ഇതുണ്ട്. അതായത് ഈ പറയുന്ന സോവിയറ്റ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഒരു അലൈ ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് വെസ്റ്റിന്റെ US നിയന്ത്രിക്കുന്ന വെസ്റ്റിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്.
അപ്പം ഇത് രണ്ടിനും ചേരാൻ നിൽക്കുന്ന, അപ്പം ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ കാര്യം നമ്മൾ നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കുക, ഈ രാജ്യങ്ങളും വളരെ വലിയ തോതിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ട, ചൂഷണം നേരിട്ട, കൊളോണിയലിസത്തിന് അതീതരായി ജീവിച്ച് വന്നിരുന്ന ഒരു രാജ്യങ്ങളായിരുന്നു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ. അപ്പം ഇവർക്കുണ്ടായ ചോയ്സ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈ പറയുന്ന നോൺ അലൈൻഡ് മൂവ്മെന്റ് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നാമിന്റെ കൂടെ പോവുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും രണ്ട് സെക്ടർ അവിടെ നിൽപ്പുണ്ട്, അതായത് രണ്ട് ഗ്രൂപ്പ് നിൽപ്പുണ്ട്, US നിൽപ്പുണ്ട്, USSR നിൽപ്പുണ്ട്, അതിൽ പോവുക. അപ്പം അന്ന് അവരെടുത്ത തീരുമാനമാണ് നാമിന്റെ കൂടെ നമുക്ക് ചേരണ്ട, USSR കൂടെ ചേരണ്ട, നമുക്കൊരു സെപ്പറേറ്റ് ഓർഗനൈസേഷൻ തുടങ്ങി നമ്മുടെ ഐഡന്റിറ്റി കീപ്പപ്പ് ചെയ്യുക എന്നൊരു ഐഡിയയിലാണ് ഈ പറയുന്ന ആസിയാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. എന്ത് മനോഹരമായ ഐഡിയ ആണല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഐഡിയയിലാണ് ഈ പറയുന്ന ആസിയാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഓക്കെ, 10 members: ഫിലിപ്പീൻസ്, മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, തായ്ലാന്റ്, വിയറ്റ്നാം, ബ്രൂണൈ, മ്യാൻമാർ, ലാവോസ്, കംബോഡിയ. 10 members ആണ് ടോട്ടൽ. ഓക്കെ, നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ ഓർഗനൈസേഷനിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് പഠിക്കുക. ഓക്കെ, 10 members ആണ് ഈ പറയുന്ന ആസിയാനിലുള്ളത്. ആസിയാനിലെ ഫൗണ്ടിങ് മെമ്പേഴ്സ് ആരായിരുന്നു? ഫസ്റ്റ് ഫൗണ്ടിങ് മെമ്പേഴ്സ് ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, തായ്ലാന്റ്, സിംഗപ്പൂർ ആണ് ഫസ്റ്റ് ഫൗണ്ടിങ് മെമ്പേഴ്സ്. 5 ഫൗണ്ടിങ് മെമ്പേഴ്സ്. അങ്ങനെ ബാങ്ക് ഓഫ് ഡിക്ലറേഷനിലൂടെ, ഓക്കെ, അങ്ങനെ ബാങ്ക് ഓഫ് ഡിക്ലറേഷനിലൂടെയാണ് ഈ പറയുന്ന ആസിയാൻ ഫോം ആവുന്നത്. അതിൽ ബ്രൂണൈ ജോയിൻ ആവുന്നു, വിയറ്റ്നാം ജോയിൻ ആവുന്നു. ആ വർഷങ്ങളൊന്നും നിങ്ങൾ അങ്ങനെ പഠിച്ചില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രോണോളജിക്കലി പഠിക്കുക. വർഷങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതൊന്ന് നെക്സ്റ്റിന് മാറ്റി വെച്ചിട്ട് ഇതിന്റെ ക്രോണോളജി പഠിക്കുക. ഓക്കെ, ആദ്യത്തെ 5 രാജ്യങ്ങൾ പഠിക്കുക, കഴിഞ്ഞ് ബ്രൂണൈ ജോയിൻ ആവുന്നു, വിയറ്റ്നാം ജോയിൻ ആവുന്നു, അങ്ങനെ എങ്കിലും പഠിക്കുക. ലാവോസ്, മ്യാൻമാർ ജോയിൻ ആവുന്നു, കംബോഡിയ ജോയിൻ ആവുന്നു. മെമ്പേഴ്സ് അതിന്റെ ഡീൽ ടു ക്രിയേറ്റ് ന്യൂക്ലിയർ ഫ്രീ സോൺ ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ. അതായത് ഇവരുടെ മെമ്പേഴ്സ് തന്നെ ഒരു ഡീല്, ഒരു ന്യൂക്ലിയർ ഫ്രീ സോൺ ആക്കുക. അതായത് ന്യൂക്ലിയർ വെപ്പൺസ്, ഈ ലോകം നമുക്കറിയാവുന്ന പോലെ ഒരു ന്യൂക്ലിയർ ആംസ് റേസിലായിരുന്നു. അപ്പം ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാം, ഈ ന്യൂക്ലിയർ ആംസ് റേസിൽ പാർട്ട് ആവണ്ട എന്ന് പറഞ്ഞ് മാറി വന്നൊരു സംഘടനയാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷനിലെ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് അല്ലെങ്കിൽ ആസിയൻ ഗ്രൂപ്പ് ഓഫ് നേഷൻസ് എപ്പോഴും ലോകത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, മാറി ചിന്തിക്കുന്ന ആൾക്കാരാണ്. കാരണം അവർക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ അവിടെ ബാക്കിയുള്ള ലോകത്തിന്റെ കൾച്ചറെ എല്ലാവരും ഫോളോ ചെയ്യുന്നത്. കൾച്ചറലി ആണെങ്കിലും എക്കണോമിക്കലി ആണെങ്കിലും പല രീതിയിൽ വേറിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, 1997 അഡോപ്റ്റഡ് വിഷൻ 2020. വിഷൻ 2020 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വിഷൻ 2020യും ബാലി അക്കോർഡും കെബു ഡിക്ലറേഷനും എല്ലാം ഒരേ സെയിം ഐഡിയ തന്നെയാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഇതിന്റെ എല്ലാം വർഷം നോക്കി വെക്കുക. സെയിം ഐഡിയ ആണ്. അതായത് എക്കണോമിക് കോപ്പറേഷൻ, ഈ പറയുന്ന ആസിയാൻ രാജ്യങ്ങളുമായിട്ടുള്ള എക്കണോമിക് കോപ്പറേഷൻ, അത് കണക്ക് തന്നെ അവിടുത്തെ ഉള്ള കൾച്ചറൽ ഇന്റഗ്രേഷൻ, അത് കണക്ക് തന്നെ പീപ്പിൾ ടു പീപ്പിൾ കണക്ടിവിറ്റി, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പറയുന്ന ബാലി അക്കോർഡും കെബു ഡിക്ലറേഷനും വിഷൻ 2020 എല്ലാം പറയുന്നത്. ഓക്കെ, ആസിയാൻ ചാർട്ടർ വരുന്നു. നമ്മൾ യുഎന്റെ ചാർട്ടർ പഠിച്ച പോലെ ആസിയാൻ ഒരു ചാർട്ടർ വരുന്നത് 2008 ഓക്കെ, അവരുടെ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ അവരുടെ ARF എന്നൊക്കെ പറഞ്ഞൊരു ഒരു സബ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ആസിയാൻ ചാർട്ടർ വരുന്നു. പിന്നെ ആസിയാൻ കമ്മ്യൂണിറ്റി ലോഞ്ച് ചെയ്യുന്നു 2015. ASEAN fundamental principles as contained in Treaty of Amity and Cooperation in Southeast Asia of 1976. അപ്പോൾ 1976 ട്രീറ്റി ഓഫ് അമിറ്റിയിലാണ് ആസിയാന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, 1976 അതുള്ളത്. ഓക്കെ, ആസിയാൻ റീജിയണൽ ഫോറം ARF 2003. ആസിയാൻ റീജിയണൽ ഫോറത്തിന്റെയും പ്രധാനപ്പെട്ട ഐഡിയ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയനിൽ സമാധാനം, പീസ് ആൻഡ് പ്രോസ്പെറിറ്റി, പീസ് ആൻഡ് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുക, തീവ്രവാദ മുക്തമാക്കുക ആസിയാൻ റീജിയൻസിനെ, അതുകൊണ്ട് തന്നെ എക്കണോമിക് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുക എന്നൊക്കെ ഐഡിയയിലാണ് ആസിയാൻ റീജിയണൽ ഫോറവും ഇവർ ഫോം ചെയ്യുന്നത്. പിന്നെ ASEAN +3 1997 ചൈന, സൗത്ത് കൊറിയ, ജപ്പാൻ. ഇതൊക്കെ തന്നെ ASEAN +6 ചൈന, സൗത്ത് കൊറിയ, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ, ന്യൂസിലൻഡ്. ഇതെന്ന് പറഞ്ഞാൽ ആസിയാനിലെ മെമ്പേഴ്സ് ഒന്നും അല്ല ഈ രാജ്യങ്ങൾ. ഓക്കെ, ഈ രാജ്യങ്ങളൊന്നും ആസിയാനിലെ മെമ്പേഴ്സ് അല്ല. ബേസിക്കലി ആസിയാൻ, ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്ക് ബാക്കിയുള്ള ലോകത്തിലെ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഒന്ന് ഊട്ടിയുറപ്പിക്കുക, അവർ തമ്മിലുള്ള കണക്ടിവിറ്റി ഒന്നും കൂടെ ഒന്ന് ആഴത്തിലേക്ക് എത്തിക്കുക എന്നൊരു ഐഡിയയിലാണ് ASEAN +3യും ASEAN +6 പോലത്തുള്ള ഈ ഡയലോഗ്സ് നടന്നിട്ടുള്ളത്. ഡയലോഗ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, കാരണം ഒരു അഗ്രിമെന്റോ കാര്യങ്ങളൊന്നും അല്ല. ബേസിക്കലി ഇവർ തമ്മിൽ ആസിയാൻ രാജ്യങ്ങളും, കാരണം ആസിയാൻ രാജ്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ആസിയാനിലെ ചില രാജ്യങ്ങൾ, ഇപ്പൊ സിംഗപ്പൂർ, മലേഷ്യയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും. അതായത് ഈ രാജ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് സാമ്പത്തിക ശക്തികളായിട്ട് വന്ന രാജ്യങ്ങളാണ്. ഓക്കെ, നമ്മളിപ്പം ഇന്ത്യ പോലെ പടിപടിയായി GDP റേറ്റ് ഉയർത്തി, ലാൻഡ് റിഫോംസ് കൊണ്ടുവന്ന്, എഡ്യൂക്കേഷൻ റിഫോംസ് കൊണ്ടുവന്ന് വർഷങ്ങൾ 70-80 വർഷം എടുത്തൊന്നും അല്ല ഈ പറയുന്ന മലേഷ്യ, സിംഗപ്പൂരും ഒക്കെ ഈ പറയുന്ന ഒരു എലൈറ്റ് ക്ലാസ് രാജ്യങ്ങളായിരുന്നു. അവർ പെട്ടെന്നായിരുന്നു അവരുടെ സാമ്പത്തിക വളർച്ച.
ഓക്കെ, അവരുടെ സാമ്പത്തിക വളർച്ച കൊണ്ട് പല വെസ്റ്റ് രാജ്യങ്ങൾ വരെ ഞെട്ടിപ്പോയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഉള്ള രാജ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു അസോസിയേഷനാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. അതുകൊണ്ട് തന്നെ എക്കണോമിക്കലി ആണെങ്കിലും ട്രേഡ് മുഖേനയാണെങ്കിലും ഈ പറയുന്ന രാജ്യങ്ങളെ ആർക്ക് വേണം? ഈ പറയുന്ന ഇന്ത്യക്കും ചൈനയ്ക്കും ന്യൂസിലൻഡിനും ഒക്കെ സൗത്ത് കൊറിയയ്ക്ക് ആണെങ്കിലും ജപ്പാനിലെ ഓസ്ട്രേലിയയ്ക്ക് ആണെങ്കിലും വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലോട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്ന പോലെ ഈ പറയുന്ന രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ പുറത്തുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്ന രീതിയിലാണ് ASEAN +3 ASEAN +6 ഒക്കെ ഫോം ആവുന്നത്. ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് 10 ASEAN പ്ലസ് മെമ്പേഴ്സ് പ്ലസ് ചൈന, സൗത്ത് കൊറിയ, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ, ന്യൂസിലൻഡ്, USA ആൻഡ് റഷ്യ. ഓക്കെ, ഈസ്റ്റ് ഏഷ്യൻ പ്രൊവിൻസിൽ വരുന്ന രാജ്യങ്ങളുമായിട്ട് ഈ പറയുന്ന ബന്ധം സ്ഥാപിക്കുക. അപ്പൊ ASEAN +3 ASEAN +6 ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റും ഒക്കെ എന്തിനാണ്? ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ രാജ്യങ്ങൾക്കും ഈ പറയുന്ന ഈസ്റ്റ് ഏഷ്യയിലെയും വെസ്റ്റ് ഏഷ്യയിലെയും രാജ്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഐഡിയയിൽ വരുന്നതാണ് ഈ പറയുന്ന സമ്മിറ്റുകളൊക്കെ. ഓക്കെ, അപ്പം ഇന്ത്യയും ആസിയാനും തമ്മിലുള്ള റിലേഷൻ കൂടെ നമുക്ക് നോക്കാം. 1992 സെക്ടറൽ പാർട്ണർ ആവുന്നു, 1995 ഡയലോഗ് പാർട്ണർ ആവുന്നു, 2002 സമ്മിറ്റ് ലെവൽ പാർട്ണർ ആവുന്നു. എന്താണ് സെക്ടറൽ പാർട്ണറും ഡയലോഗ് ലെവൽ പാർട്ണറും സമ്മിറ്റ് ലെവൽ പാർട്ണറും ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ടറൽ പാർട്ണർ ആകുമ്പോൾ നമുക്ക് അധികം അഭിപ്രായമൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അധികം അഭിപ്രായങ്ങളൊന്നും പറയാൻ പറ്റില്ല. അതാണെങ്കിൽ എല്ലാ മീറ്റിങ്ങുകളിലും നമ്മൾ സെക്ടറൽ പാർട്ണർ ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല. ഡയലോഗ് ലെവൽ പാർട്ണർ ആകുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാൻസ് കാര്യങ്ങളൊക്കെ എടുക്കാം. അതൊന്നും ഈ പറയുന്ന ഡിസിഷൻ അല്ല കേട്ടോ, ഡിസിഷൻ അല്ല, അല്ലെങ്കിൽ ആസിയാന്റെ ഒരു വോട്ടിങ്ങിലും അല്ല. ഓക്കെ, പിന്നെ സമ്മിറ്റ് ലെവൽ പാർട്ണർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ സ്റ്റേബിൾ ആയ ഒരു പാർട്ണറാണ്, മെമ്പർ അല്ല. ഓക്കെ, ഇന്ത്യ ആസിയാൻ മെമ്പർ ഒന്നും അല്ല. ആസിയാൻ എന്ന് പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ രാജ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംഘടനയാണ് ആസിയാൻ എന്ന് പറയുന്നത്. അതിന് 10 മെമ്പേഴ്സേ ഉള്ളൂ. ഓക്കെ, 10 മെമ്പേഴ്സേ ഉള്ളൂ. ഇന്ത്യ സമ്മിറ്റ് ലെവൽ പാർട്ണറാണ്. അതായത് ആസിയാൻ സമ്മിറ്റുകളിലെല്ലാം ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യ ഒരു ഇൻവൈറ്റി ആണ്. ഓക്കെ, ഇന്ത്യയുമായിട്ട് അവർ ചർച്ച ചെയ്യുന്നുണ്ട്, കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന ഒരു വോട്ടിംഗ് റൈറ്റോ ഡിസിഷൻ മേക്കിങ്ങിൽ ഇടപെടാനോ ഒന്നും ഇന്ത്യക്കാണെങ്കിലും പറ്റില്ല. അതായത് സമ്മിറ്റ് ലെവൽ പാർട്ണർ ആയിട്ടുള്ള വേറെ രാജ്യങ്ങളുണ്ട് ആസിയാനായിട്ട്. ഓക്കെ, അടുത്താണ് 2013 ആസിയാൻ ഇന്ത്യ സെന്റർ, അതായത് ഇന്ത്യയിൽ ഒരു ആസിയാന്റെ സെന്റർ തുടങ്ങിയാണ് ഈ പറയുന്ന ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഭാഗമായിട്ടുണ്ട്. പിന്നെയാണ് വാട്ടർഷിപ്പ് മിലിറ്ററി എക്സസൈസ്. ഈ വാട്ടർഷിപ്പ് മിലിറ്ററി എക്സസൈസിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഇന്തോ പസഫിക് റീജിയനിൽ നടന്ന ഒരു നേവൽ എക്സസൈസ് ആണ് കേട്ടോ. നേവൽ എക്സസൈസ് ആണ് വാട്ടർഷിപ്പ് മിലിറ്ററി എക്സസൈസ് എന്ന് പറയുന്നത്. അതും ഈ പറയുന്ന ചൈനയെ ഒന്ന് കൗണ്ടർ ചെയ്യുക. ഇന്ത്യക്ക് ചൈന അറിയാലോ, ഇന്തോ പസഫിക് റീജിയന്റെ കാര്യം നമ്മൾ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. അതായത് ഇന്തോ പസഫിക് റീജിയനിൽ സ്ട്രാറ്റജിക്കലി അഡ്വാൻസ്ഡ് ആയ റീജിയനാണ്. അവിടെ കുറെ ഫോർട്ടുകളും കാര്യങ്ങളൊക്കെ ഇന്തോ പസഫിക് റീജിയനിൽ വരുന്നുണ്ട്. അപ്പം അതിന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ഇന്ത്യയെ നോക്കുന്നത്. ഇപ്പൊ ചബഹർ പോർട്ടിനെ കുറിച്ച് പറഞ്ഞു, അത് കണക്ക് ചൈനയുടെ അണ്ടറിലുള്ള ഹമ്പന്തോട്ട പോർട്ടിനെ കുറിച്ച് പറഞ്ഞു, ഇന്ത്യ പറഞ്ഞു കൊടുക്കുന്ന ചബഹർ പോർട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇറാനിലുള്ള ചബഹർ പോർട്ടിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഇന്തോ പസഫിക് റീജിയനിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായി ഇന്ത്യ നടത്തുന്ന ഒരു നേവൽ മിലിറ്ററി എക്സസൈസ് ആണ് വാട്ടർഷിപ്പ് മിലിറ്ററി എക്സസൈസ്. പക്ഷെ ചിലപ്പോൾ എക്സാമിന് ഇതിന്റെ കുറിച്ച് ചോദിക്കാൻ മിലൻ എന്നായിരിക്കും കേട്ടോ. ഈ വാട്ടർഷിപ്പ് മിലിറ്ററി എക്സസൈസിന്റെ വേറൊരു പേരാണ് മിലൻ എന്ന് പറയുന്നത്. ഓക്കെ, മിലൻ എവിടെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. മിലൻ എന്ന് പറയുന്ന എക്സസൈസ് എന്ന് ഇതിനെ പറയാറുണ്ട്. ഓക്കെ, മിലൻ എന്നും ഇതിനെ പറയാറുണ്ട്. ഓക്കെ, ചില ക്വസ്റ്റ്യൻസിൽ മിലൻ എന്നായിരിക്കും ചോദിക്കാൻ ചാൻസ്. ഓക്കെ, ഇത് കഴിഞ്ഞ് ഡൽഹി ഡിക്ലറേഷൻ വരികയാണ്. ഡൽഹി ഡിക്ലറേഷൻ ഒന്നുമല്ല, ഇന്ത്യയുമായിട്ടുള്ള ആസിയാന്റെ ബന്ധം ഒന്നുകൂടെ ഒന്ന് സ്റ്റേബിളൈസ് ചെയ്യുന്ന ബന്ധപ്പെട്ടുള്ള ഒരു ഡിക്ലറേഷൻ ആണ് ഡൽഹി ഡിക്ലറേഷൻ. ഓക്കെ, 2018 വന്നു. അപ്പം അതാണ് ആസിയാനുമായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസിയാൻ എന്ന് പറഞ്ഞ സംഘടന ബാക്കിയുള്ള ആസിയാൻ ഫോം ചെയ്തതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞുതരാം. ആസിയാൻ ഫോം ചെയ്യുന്ന തന്നെ ഈ പറയുന്ന അന്നത്തെ കോൾഡ് വാറിന് ശേഷമുള്ള യുഎസിന്റെ കൂടെയോ അല്ലെങ്കിൽ യുഎസ്ആറിന്റെ കൂടെയോ നാമിന്റെ കൂടെയും പോകണ്ട. അതായത് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കോളനൈസ് ചെയ്യപ്പെട്ട് എക്സ്പ്ലോർട്ട് ചെയ്ത രാജ്യങ്ങളാണ്. ഇനി ആരുടെ കൂടെ ഒരു സംഘടന കൂടെ നിൽക്കേണ്ട, നമുക്ക് സ്വന്തമായ ഒരു സംഘടന തുടങ്ങാമെന്ന രീതിയിൽ തുടങ്ങിയതാണ് ആസിയാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നാം തുടങ്ങിയതിന് വളരെ 3-4 കൊല്ലത്തിന് ശേഷം ആസിയാൻ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്ര ചുരുങ്ങിയ കാലങ്ങളിൽ തന്നെ ആസിയാൻ ഫോം ചെയ്തിട്ടുണ്ട്. വളരെ പണ്ട് ഫോം ചെയ്ത അസോസിയേഷൻ ആണ് ആസിയാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പം ഈ യൂണിറ്റ് കഴിഞ്ഞു. ഓക്കെ, ഈ യൂണിറ്റ് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല.